ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണോ? ഞാൻ ഇന്നൊരു സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ബീഫ് കട്ട്ലേറ്റ്. ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ടുള്ള ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമുക്ക് ബീഫ് കട്ട്ലേറ്റ് ബീഫ് കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ചിക്കനും എടുക്കാം കേട്ടോ. ഈ ബീഫ് കട്ട്ലേറ്റ് തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസും മെത്തേഡ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് മാത്രമേ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. സാധാരണയായിട്ട് എല്ലായിടത്തു നിന്നും കിട്ടുമ്പോൾ നമുക്ക് ക്യാരറ്റ് അങ്ങനെയൊക്കെ ചേർത്തിട്ടുണ്ടാവും, ബീറ്റ്റൂട്ടൊക്കെ ചേർത്തിട്ടുള്ള കട്ട്ലേറ്റ് ആയിരിക്കും. ഞാൻ അതൊന്നും ചേർക്കാറില്ല. അപ്പോൾ കുറച്ച് മാത്രമേ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫിലും പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തതിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇനി ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഒരു 30 സെക്കൻഡോളം നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില. ഇതെല്ലാം വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ച ബീഫാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല ചേർത്തിട്ട് ഞാൻ വേവിച്ച് അതൊന്ന് പൊടിച്ചെടുത്ത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫാണ്. അതും ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ കുറച്ചൊരു ഉപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേവിച്ച ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കുറച്ച് ഉപ്പ് ചേർത്തിട്ട് തന്നെയാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റണം. അതിന് ഞാനൊരു കണ്ടെയ്നറിൻ്റെ ലിഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നാൽ നമുക്കിതിനെ കയ്യിൽ ഒട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ ലിഡിലേക്ക് നമ്മൾ കുറച്ചായിട്ട് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോന്നും റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ 2 ദിവസത്തിനോ 3 ദിവസത്തിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ദിവസത്തിനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിച്ച് ചെയ്താൽ നമുക്കിതിങ്ങനെ ഒരു കണ്ടെയ്നറിൽ നമുക്ക് ആക്കി വെക്കാം. ആദ്യം ഒരു കണ്ടെയ്നർ ബോക്സ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഒന്നുമില്ലെങ്കിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച് കൊടുത്തിട്ട് ഒരു ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെയും അതേപോലെ അടുത്തതുണ്ടെങ്കിൽ വീണ്ടും ഒരു ബട്ടർ പേപ്പറോ ടിഷ്യൂ പേപ്പർ വെച്ച് അതിന് മുകളിൽ അതുപോലെ ചെയ്തിട്ട് നല്ലപോലെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഒക്കെ നമുക്ക് ഇതെടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഡേ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കുന്നതിന് ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് നമ്മളിവിടെ മുട്ടയുടെ വെള്ള മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ കട്ട്ലേറ്റ് നമ്മൾ മുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ബ്രെഡ് ക്രംസിലാണ് ഒന്ന് ഡിപ്പ് ചെയ്യുന്നത്. എല്ലാ വശത്തും ബ്രെഡ് ക്രംസ് വരുന്ന പോലെ ഒന്ന് ചെയ്തിട്ട് വെക്കുക. ഇങ്ങനെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കട്ട്ലേറ്റ് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പം എല്ലാം ഞാനിങ്ങനെ ഫ്രൈ ചെയ്യുന്ന പാകത്തിന് വെച്ചിട്ടുണ്ട്. ഇപ്പം എണ്ണ ചൂടായപ്പോൾ ഞാനിതിലേക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ സിമ്മിലേക്ക് മാറ്റണം. എന്നിട്ട് നമ്മളിതിൽ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്. ഒരു ദിവസം ഒന്ന് എല്ലാ മസാലക്കൂട്ടുകളും തയ്യാറാക്കി വെച്ചാൽ നമുക്ക് 1-2 ദിവസത്തിനൊക്കെ മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഓരോ കട്ട്ലേറ്റ് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.